കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിൽ മൗനം പാലിക്കാനാണ് വി.ഡി. സതീശന്റെ തീരുമാനം. മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ച ശേഷം അഭിപ്രായം പറയാമെന്നാണ് വി.ഡി. സതീശന്റെ നിലപാട്. അഭിപ്രായ പ്രകടനങ്ങളിൽ വിമർശനവുമായി കെ. മുരളീധരൻ രംഗത്തെത്തി. കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഖാർഗെയും കണ്ട ആൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാനേ താല്പര്യമുള്ളൂ. അപ്പോൾ ആര് പറയണം ആര് പറയണ്ടെന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഞാനാളല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഏതായാലും 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയും. അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ അത് പറയേണ്ട സമയം ഇതല്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാണെന്നതിനെ പറ്റി നടക്കുന്ന സമൂഹ മാധ്യമ ചർച്ചകൾ കാര്യമാക്കുന്നില്ലെന്നാണ് മുസ്ലിം നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അല്ല, അതൊക്കെ കൂടിയ റിസൾട്ട് വന്നതിന് ശേഷം തങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, റിസൾട്ട് വന്നതിന് ശേഷം കൂടിയാലോചനയിലൂടെ പരിഹരിക്കാവുന്ന വിഷയമുള്ളൂ. അതൊന്നും വലിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരില്ല. ചർച്ചയൊക്കെ മീഡിയയിൽ വരലിപ്പോൾ തടയാൻ കഴിയില്ലല്ലോ. പക്ഷേ അതൊന്നും വലിയ കോംപ്ലിക്കേഷനായി വരില്ല. 4-ാം തീയതിക്ക് ശേഷം ഞങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യും. ഒരു കൂടിയാലോചനയൊക്കെ പരിഹരിക്കും. അതേസമയം കെ. സി. വേണുഗോപാലിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിൽ പിന്നണിയിൽ നിന്നെല്ലാം ചെയ്തത് കെ. സി. വേണുഗോപാൽ എന്ന് വെള്ളാപ്പള്ളി നടേശൻ. വി.ഡി. സതീശൻ പ്രവർത്തിച്ചത് മുഴുവൻ ടെലിവിഷനിൽ മാത്രം. രമേശ് ചെന്നിത്തലയെ അപ്രസക്തനാക്കാനും സാധിക്കില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് കൂടി. അല്ല, വി.ഡി. സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറെ ടി വിയിൽ കുറെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻസ് കൺട്രോളും സ്ഥാനാർത്ഥി സമ്മതിയും പ്രശ്നങ്ങളുള്ളപ്പോഴെല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്. 3 പേരും കൊള്ളാം. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഈ പറഞ്ഞതുപോലെ ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളൊക്കെ മൗനം പാലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് എവിടെ എങ്ങനെ ചെന്ന് തീരും? 4-ാം തീയതിയുടെ തീരുമാനമാകില്ല. അതിനിടെ വെള്ളാപ്പള്ളി നടേശന് പ്രതികരണം കൂടി വരുന്നുണ്ട്. ഇടത് തുടർഭരണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞയാൾ ഇപ്പോൾ കെ സി അനുകൂലിച്ചൊക്കെ രംഗത്ത് വരുന്നുണ്ട്. എങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാം കാര്യങ്ങൾ? സുഹൈൽ, അമൃത, കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസങ്ങൾ അടുക്കും തോറും അത് വളരെ വ്യാപകമായി വരികയാണ്. എന്നാൽ KPCCയുടെ വിലക്കുണ്ട് പരസ്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകരുതെന്ന്. എന്നാൽ അത് അവഗണിച്ചുകൊണ്ട് ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ കണ്ട ശേഷം കെ. സുധാകരൻ നടത്തിയ പ്രതികരണമാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിലുള്ള അതൃപ്തിയാണ് കെ. മുരളീധരൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായിരിക്കുന്നത്. എന്നാൽ ഇത്തരം ചർച്ചകളോട് പ്രതികരിക്കേണ്ടതില്ലെന്നും പൂർണ്ണമായും മൗനം പാലിക്കാമെന്നുമാണ് വി.ഡി. സതീശൻ്റെ നിലപാട്. മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ, അപ്പോൾ തന്നെ നിലപാട് പറയാം എന്ന സമീപനമാണ് സതീശ് വെച്ച് പുലർത്തുന്നത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിക്കൊണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ പറ്റിയുള്ള ചർച്ച നടത്തുന്നത് ഈ ഭരണത്തിൻ്റെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്ന് മനസ്സിലാക്കിയാണെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി അടക്കം പ്രതികരണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതൊന്നും കോൺഗ്രസ് നേതൃത്വമോ UDF നേതൃത്വമോ കാര്യമായി കണക്കിലെടുക്കുന്നില്ല. വെള്ളാപ്പള്ളി ഇങ്ങനെ മാറി മാറി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിന് കാര്യമായ പ്രസക്തിയൊന്നും ഉണ്ടാക്കില്ല. എങ്കിൽ പോലും കോൺഗ്രസിനെയും UDFിലെ മറ്റ് മുന്നണി ഘടകകക്ഷികളെയും അലട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ വിഴുപ്പലക്കലുകളാണ്. സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തരുത്. അത് UDFിന് വേണ്ടി, മുന്നണിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച പ്രവർത്തകരെ നിരാശയിലാക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്ന് പിന്മാറണമെന്നാണ് KPCC നേതൃത്വം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ നേതാക്കന്മാർ പിറകോട്ട് വരികയാനുള്ള കാരണവും അതാണ്. എന്തായാലും വോട്ട് പെട്ടിയിലിരിക്കെ മുഖ്യമന്ത്രിയെ ചൊല്ലി കണ്ട ചർച്ചയാണെങ്കിൽ 4-ാം തീയതി കഴിഞ്ഞാൽ ആ ചർച്ച എങ്ങനെയായിരിക്കും, അത് ആരൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ 4-ാം തീയതിക്ക് ശേഷം ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.